എനിക്കെന്തെങ്കിലും ടെൻഷനോ സങ്കടമോ എന്തെങ്കിലും വരികയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് ആണ് കേട്ടോ. അത് പ്രത്യേകിച്ച് ഒന്നും തന്നെ വേണമെന്നില്ല. ജസ്റ്റ് ടെൻഷൻ വരുമ്പോൾ ജസ്റ്റ് ഫോൺ എടുക്കുക, ആമസോൺ നോക്കുക, ആമസോണിൽ കാർഡിൽ കുറച്ച് ഐറ്റംസ് കണ്ട് അത് തന്നെ ഒരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണെങ്കിലോ അത് പറയും വേണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇന്നൊരു ഗ്രോസറി ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ സാധാരണ ഒരു വീക്കിലേക്കാണ് ഷോപ്പിങ്ങിന് പോകാറുള്ളത്. നമ്മൾ കൂടുതലും ഇവിടെ അടുത്തുള്ള യൂണിയൻ കോപ്പിലാണ് പോകാറുള്ളത്. അപ്പോൾ ഇന്ന് നെസ്റ്റോയിൽ പോകാമെന്ന് ആദ്യമേ ഒരു പ്ലാൻ ഇട്ടു. ഇടയ്ക്ക് ഹസ്ബൻഡ് പോകാറുണ്ടെങ്കിലും ഞങ്ങൾ വല്ലപ്പോഴൊക്കെയാണ് പോകാറുള്ളത്. അപ്പോൾ ഇന്ന് നെസ്റ്റോ തന്നെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നെസ്റ്റോയിൽ എത്തിയപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഈ ഗ്രോസറി ഷോപ്പിംഗ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ആഫ്റ്റർ ദുബായിൽ വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ മനസ്സിലാവുന്നത്. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന പ്രൈസ് ആവണം, അതിൻ്റെ വെയിറ്റ് നോക്കണം, അതിൻ്റെ ക്വാളിറ്റി നന്നാവണം. ക്വാളിറ്റി നന്നായാലാണല്ലോ നമ്മൾ ഫുഡ് നന്നാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചെക്ക് ചെയ്യണം കേട്ടോ. മുമ്പൊന്നും ഇതൊന്നും അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ജാവി നല്ല അലമ്പാണ് കേട്ടോ. അവൻ്റെ സ്ട്രോളറിൽ വെച്ച സാധനം ആയതുകൊണ്ട് തന്നെ അവന് തന്നെ ഒറ്റയ്ക്ക് ഉന്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാശി പിടിച്ച് കരയണത് കേട്ടോ. ഹസ്ബൻഡ് എപ്പോഴും മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ എപ്പോഴാണ് ഇങ്ങനെ വാശി പിടിച്ച് കരയൊക്കെ തുടങ്ങാൻ. കുട്ടികൾ എത്ര പെട്ടെന്നാണല്ലേ വലുതാവുന്നത്. ഇവൻ ഈ വാശി കാണിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് ഹസ്ബൻഡ് പറഞ്ഞ വാക്കാണ് കേട്ടോ ഓർമ്മ വന്നത്. ഒരുവിധം സെറ്റിലാക്കി ഞങ്ങൾ നേരെ നരകത്തിലെ കോഴി കഴിക്കാനാണ് പോയത്. നരകത്തിലെ കോഴി എന്ന് പറയുന്നത് നമ്മൾ ഷവായാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ കരാമയിൽ പോകുന്ന ചില സമയങ്ങളിലൊക്കെ അവിടുന്ന് ഷവർമയോ ഇതുപോലെ ഷവായോ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട്. പതിവ് തെറ്റിക്കാതെ വീണ്ടും ഇന്ന് അവിടെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ചെടികളും പക്ഷികളും മീനുകളും ഒക്കെ പണ്ടേ നമ്മളൊരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ അടുത്തൊരു ഷോപ്പിൽ ഈ കാഴ്ച കണ്ടപ്പോൾ ഞാനും ചായയും ഒരുപോലെ നോക്കിയിരുന്നു കേട്ടോ. അവനും ഇതൊക്കെ തന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് അപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു വരുന്ന വഴി ഞങ്ങളൊരു കോഫിയും കുടിച്ചു. നല്ലൊരു കോഫി കുടിച്ചിട്ടോ. എനിക്ക് കോഫി ഇഷ്ടമായതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ ഇന്ന് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്.